നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായി നമ്മൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ചയിലെ എല്ലാ നക്ഷത്രക്കാരുടെയും ശുഭദിനങ്ങളും അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ദിവസങ്ങളും പരിശോധിക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മേടക്കൂറുകാരുടെ 5-ാമിടത്തും 6-ാമിടത്തും 7-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30-ക്ക് ശേഷം ഏപ്രിൽ 4-ാം തീയതി ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, സൗഖ്യം, ധനലാഭം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, മൃഷ്ടാന്ന ലാഭം, ശയന സൗഖ്യം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ഇടവക്കൂറുകാരുടെ 4-ാമിടത്തും 5-ാമിടത്തും 6-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും ഭയത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, രോഗശമനം, സൗഖ്യം, ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് മകീരം 2-ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മിഥുനക്കൂറുകാരുടെ 3-ാമിടത്തും 4-ാമിടത്തും 5-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 മുതലും 30-ാം തീയതിയും 31-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ അതിനെ അതിജീവിക്കുവാനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും ഭയത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു. ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് പുണർദം കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കർക്കിടകക്കൂറുകാരുടെ 2-ാമിടത്തും 3-ാമിടത്തും 4-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ
മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ, പ്രണയസാഫല്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. അകാരണമായി ഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും ഭയത്തെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ചിങ്ങക്കൂറുകാരുടെ 1-ാമിടത്തും 2-ാമിടത്തും 3-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷവും 30-ാം തീയതിയും 31-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ദാമ്പത്യ സൗഖ്യം, പ്രണയസാഫല്യം, സൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. കുടുംബാന്തരീക്ഷം ശോഭനീയമായിട്ടുള്ള അവസ്ഥ വന്നു ചേരുന്നതായിരിക്കും. അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കന്നിക്കൂറുകാരുടെ 12-ാമിടത്തും 1-ാമിടത്തും 2-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ ഏപ്രിൽ 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. മാനഹാനിക്കും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് ചിത്തിര 2-ാം പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. തുലാക്കൂറുകാരുടെ 11-ാമിടത്തും 12-ാമിടത്തും 1-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷവും 30-ാം തീയതിയും 31-ാം തീയതിയും ഏപ്രിൽ 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, ധനാഭിവൃദ്ധി,
എന്നിവ ഫലങ്ങളാകുന്നു. മാർച്ച് 31 ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു, അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. തടസ്സങ്ങളെ അതിജീവിക്കുന്നതിനായി ഈശ്വരനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു, കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു. അടുത്തത് വിശാഖം, കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. വൃശ്ചികക്കൂറുകാരുടെ 10-ാമിടത്തും 11-ാമിടത്തും 12-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29 ഉച്ചയ്ക്ക് 2:30 ശേഷവും 30 31 1 2 അനുകൂലമാകുന്നു. ഞായറാഴ്ച മുതൽ ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനലാഭം, അതും പല വഴികളിലൂടെ ധനലാഭം, ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു, അമിതമായിട്ടുള്ള ചിലവിനും ധനനഷ്ടത്തിനും സാധ്യതയുള്ളതിനാൽ ധനക്രയ വിക്രയങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം, കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. ധനുക്കൂറുകാരുടെ 9-ാമിടത്തും 10-ാമിടത്തും 11-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ മാർച്ച് 31 ചൊവ്വാഴ്ച രാത്രി 9:30 വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ഉദരസംബന്ധമായിട്ട് വൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. അതുപോലെ ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ആയതിനാൽ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. മാർച്ച് 31 ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ 4 ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം, ധനനേട്ടം, അതും പല വഴികളിലൂടെ ധനനേട്ടം, ബന്ധുസമാഗമം, അതായത് ബന്ധുക്കളുമായി ഒത്തുചേരുവാനുള്ള സാഹചര്യം, സുഹൃത്സംഗമം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ഈ കൂറുകാരുടെ 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം, മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മകരക്കൂറുകാരുടെ 8-ാമിടത്തും 9-ാമിടത്തും 10-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ മാർച്ച് 31 ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമല്ല, കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ സൂക്ഷിക്കുക. അതുപോലെ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കരുതിയിരിക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. മാർച്ച് 31 ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമല്ല, ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ആയതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഉദരവൈഷമ്യം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏപ്രിൽ 3 വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം എന്നിവ ഫലങ്ങളാകുന്നു. അടുത്തത് അവിട്ടം, 2-ാം പകുതി, ചതയം, പുരുരുട്ടാതി, മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. കുംഭക്കൂറുകാരുടെ
ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29-ാം തീയതി ഉച്ചയ്ക്ക് 2:30-ക്ക് ശേഷവും 30-ാം തീയതിയും 31-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, മൃഷ്ടാന്ന ലാഭം, ധനനേട്ടം, സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവരിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത, സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു. മാർച്ച് 31-ാം തീയതി ചൊവ്വാഴ്ച രാത്രി 9:30 മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും അഗ്നിസംബന്ധമായിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളതിനാൽ ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും ഈ തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ഗുണദോഷ സമ്മിശ്രമാകുന്നു. ആരോഗ്യം അത്ര തൃപ്തികരമല്ല. ഭക്ഷണകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഉദരവൈഷമ്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കാണുന്നു. അടുത്തത് പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം. മീനക്കൂറുകാരുടെ 6-ാമിടത്തും 7-ാമിടത്തും 8-ാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 29-ാം തീയതിയും 30-ാം തീയതിയും 31-ാം തീയതിയും ഏപ്രിൽ 1-ാം തീയതിയും 2-ാം തീയതിയും ശുഭദിനങ്ങളാകുന്നു. ഞായറാഴ്ച മുതൽ ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 വരെ അനുകൂലമാകുന്നു. കാര്യവിജയം, പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം, ധനലാഭം, സൗഖ്യം, രോഗശമനം, മൃഷ്ടാന്ന ലാഭം, ശയനസൗഖ്യം, സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യത, ധനലാഭം, ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു. ഏപ്രിൽ 3-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല. കാര്യതടസ്സം കാണുന്നു. അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അപകട സാധ്യത ഉള്ളതിനാലും ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുള്ളതിനാലും ഒന്ന് മുൻകരുതലെടുക്കുക. ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കർമ്മങ്ങൾ തുടങ്ങുക. തീർച്ചയായും തടസ്സങ്ങളെ അതിജീവിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. ഈ ആഴ്ചയിൽ എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.